നമസ്തേ, എല്ലാവർക്കും മൈൻഡ് വെൽനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഡോക്ടർ സൂസൻ കോരുഥു, ലൈഫ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് വെൽനസ് കോച്ച്, ഓതർ ആൻഡ് ഫൗണ്ടർ ഓഫ് സബ്റ്റൽ ലൈഫ് സ്കിൽസ് ആൻഡ് മൈൻഡ് ഫിറ്റ്നസ് സെൻറ്റർ. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നാർസിസിസ്റ്റിക് വിക്ടിം സിൻഡ്രോമത്തിനെ പറ്റിയായിരുന്നു. അത് ഈ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ അതിൻ്റെ റീസൺസും അതിൻ്റെ തെറാപ്പീസിനെ പറ്റിയൊക്കെ വിശദമായിട്ട് സംസാരിക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി അങ്ങനെയായി തീരുന്നതെന്നും അതിൽ നിന്ന് തെറാപ്പിയിലൂടെ എങ്ങനെ പുറത്തു കിടക്കാം എന്നുള്ളതുമാണ്. ഒരു നാർസിസിസ്റ്റിക് വിക്ടിം എന്ന് പറയുന്നത് വളരെയേറെ ട്രോമയിലൂടെയും പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അത്രയും വലിയൊരു മാനസികവും ശാരീരികവുമായ ടോർച്ചറായിരിക്കും അവർ അനുഭവിക്കുന്ന അവരുടെ പാർട്ട്ണറിൽ നിന്ന്. ഞാൻ പറഞ്ഞതുപോലെ അതൊരു ഫ്രണ്ടാകാം, പേരൻസ് ആകാം, അല്ലെങ്കിൽ സിബ്ലിംഗ് ആകാം, അതല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആരുമാകാം, വേണമെങ്കിൽ ഒരു ബോസ് ആകാം, അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമാകാം. നമ്മളിവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്സിലാണ്. കാരണം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കൂടുതൽ കാണുന്നത് മെയിലിലാണ്, ഫീമെയിലിനേക്കാൾ കൂടുതൽ. റെയറായിട്ട് ഫീമെയിലിലും കാണാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ എ പേഴ്സൺ ബിക്കംസ് എ വിക്ടിം എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നതാണ് സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സോഷ്യലും കൾച്ചറുമായിട്ടുള്ളൊരു ജീവിത രീതിയാണത്. അപ്പോൾ അതിനകത്ത് നമ്മൾ തന്നെ അറിയാം, ഞാൻ വരുന്നത് ഒരു സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയാണ്. അപ്പം അവിടെ നിന്നുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നാച്ചുറലി അല്ലെങ്കിൽ ഒരു നോർമൽ വേയിൽ സോഷ്യോ കൾച്ചറൽ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു മെയിൽ മെമ്പറിന് വളരെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കൊടുത്തിരുന്നു. അത് ഇപ്പോൾ ചേഞ്ച് ആകുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പല ഏരിയാസിലും അത് അത്ര കണ്ട് അങ്ങോട്ട് വരാത്തത് കൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് അവൾ കുറച്ച് താഴ്ന്നു നിൽക്കണമെന്നും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നും, സ്ത്രീകളാണ് കുടുംബത്തിൻ്റെ വിളക്ക്, സ്ത്രീ നന്നായാലേ കുടുംബം നന്നാവുള്ളൂ, സ്ത്രീ സഹനത്തിൻ്റെ ദേവിയാണ്, ഭൂമിദേവിയെ പോലെ ക്ഷമിക്കുന്നവളാണ് സ്ത്രീ, അങ്ങനെ ഈ സ്ത്രീക്ക് കുറേ വിശേഷണങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സഹനം, ക്ഷമ, ദയ, അങ്ങനെയുള്ളതെല്ലാം കൊടുത്തിട്ട് അവളെ എന്തിനേയും സഹിച്ച് പൊറുത്ത് ക്ഷമിച്ചു പോകേണ്ട ഒരു വ്യക്തിയാണെന്നുള്ള ഒരു രീതിയിൽ ഒരു കൾച്ചറൽ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു പ്രഷർ നമ്മളുടെ സ്ത്രീകളിൽ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും അവർക്ക് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ പെയിൻ കൂടുതലായിട്ട്, അല്ലെങ്കിൽ അവർ വിക്ടിമായി തീരുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ അതാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഫാമിലിയുടെ പ്രഷർ കാണും. അതായത് ഫാമിലി എന്ന് പറയും, അവിടെ ഇപ്പം ഞാൻ പറയാം, സാധാരണ ഞാൻ പറഞ്ഞതുപോലെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി വേറെ രീതിയിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളോടാണ് അവരുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും എടുക്കുക. അപ്പം അതല്ലെങ്കിൽ വേറെ ആരും അതങ്ങനെ സഹിക്കത്തില്ല കേട്ടോ. അതെങ്കിൽ എല്ലാവരും ആ വിക്ടിമിനെ അവർ ചേർത്ത് നിർത്തും. എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവരെങ്ങനെയെങ്കിലുമൊക്കെ ചേർത്ത് നിർത്താൻ നോക്കും. കാരണം അവർ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഈ ബിഹേവിയർ വേറൊരാളുടെ മുകളിൽ എടുക്കാനൊന്നും ആരും സമ്മതിക്കത്തില്ലാത്തത് കൊണ്ട് അവരൊരു വിക്ടിമിനെ പഠിച്ച് അവരെ കൂടെ നിർത്താനായിട്ട് തന്നെയാണ് നോക്കുക. അപ്പം ഫാമിലി എന്നുള്ള പ്രഷർ എന്ന് പറയുന്നത് അവർ ചിലപ്പം തിരിച്ചു വന്ന നാണക്കേട്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഫാമിലിയിൽ ഈ മാരേജ് ബ്രേക്കപ്പ് ആകാൻ പാടില്ല, അവരങ്ങനത്തെ ഇഷ്യൂസും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന് ചീത്തപ്പേരാകും, അല്ലെങ്കിൽ വീട്ടിൽ വേറെ സഹോദരങ്ങൾ കല്യാണം കഴിക്കാനുണ്ട്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങളെ ഇവരെങ്ങനെയാക്കുമ്പോൾ, അതല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇവളൊരു ബേർഡൻ ആകുമോ, അതല്ലെങ്കിൽ ഇവളെങ്ങനെ ജീവിക്കും, ഇനിയിപ്പോൾ ഇവൾക്ക് കുട്ടികളുണ്ട്, ഇവരുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ള കുറച്ച് ഫാമിലി എന്നുള്ള പ്രഷറും ഇവർക്ക് വരും. അങ്ങനെ വരുമ്പോൾ പിന്നെ അതൊന്നും അവരുടെ ഫാമിലിയിൽ നിന്ന്, പിന്നെ അവർക്ക് തന്നെ ആ ഫാമിലി, സ്വന്തം ഫാമിലി, അതായത് മക്കളുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം, പല കാര്യങ്ങളുണ്ടായിരിക്കാം. ഫാമിലിയുടെ ഒരു പ്രഷറും കാരണമാകും ഒരു വിക്ടിം അവിടെ സഫർ ചെയ്യാനായിട്ട് നിന്നു കൊടുക്കുന്നതിന്. പിന്നെ കാണുന്നത് ഫിയർ ഓഫ് സ്റ്റിഗ്മയാണ്. ഞാൻ ഒരു ഡിവോഴ്സി ആണ് എന്ന് പറയാനുള്ള സ്റ്റിഗ്മ, ഞാൻ ഭർത്താവിൽ നിന്ന് വിട്ടു വന്നതാണ് എന്ന് പറയാനുള്ള സ്റ്റിഗ്മ. സാധാരണ ആണുങ്ങൾക്ക് അത്രയും സ്റ്റിഗ്മ വരാറില്ല, ഒരു സ്ത്രീയുടെ മുകളിലാണ് കൂടുതൽ സ്റ്റിഗ്മ വരാറുള്ളത്. അത് അവരെ ഭയപ്പെടുന്നത് കൊണ്ടാകാം. അടുത്ത തന്നെ വെച്ച് കഴിഞ്ഞാൽ അൺഏബിൾ ടു പ്രൂവ് ദ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി. അതായത് അവർക്ക് എങ്ങനെയും മറ്റൊരാളെ ഒരു നോർമലായിട്ടുള്ളൊരു വ്യക്തിയെ ഒരാളുടെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പലരും വിശ്വസിക്കത്തില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ട് ഓർത്തിട്ട് അവർ അതിന് മുതിരാതിരിക്കും. അവർക്കത് ആരോട് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല, ആർക്കും മനസ്സിലാവില്ല. കാരണം അറിയാമല്ലോ, ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഒരു സോഷ്യലി ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും പുറത്ത് കാണിക്കുന്നത്. വീടിനകത്ത് ഈ ഒരു വ്യക്തിയോടായിരിക്കും ഇവർ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വളരെ പെയിൻഫുള്ളായിട്ടുള്ള ബിഹേവിയർ എടുക്കുക. അടുത്തത് എന്ന് പറയുന്നത് ലോ സെൽഫ് എസ്റ്റീം. അതായത്
ഈ വിക്ടിമിന് വളരെ കോൺഫിഡൻസ് ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ കാരണം നിരന്തരമായിട്ടുള്ള ടോർച്ചറിലൂടെ, നിരന്തരമായിട്ടുള്ള അടിച്ചമർത്തലിലൂടെ ഈ വിക്ടിം ഓട്ടോമാറ്റിക്കലി കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന സെൽഫ് എസ്റ്റീം, കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന കഴിവുകളെല്ലാം പോയിട്ട് അങ്ങ് സറണ്ടറായിട്ട് ഒരു ശരിക്കും പറഞ്ഞ ഒരു സ്ലേവിൻ്റെ രീതിയിലാകുന്ന ഒരു രീതിയിലേക്ക് എത്തും. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആ രീതിയിലാണ് അവരൊരു ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇവരെ എങ്ങനെ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കംപ്ലീറ്റ് സെൽഫ് എസ്റ്റീമും പോയിട്ടുണ്ടായിരിക്കാം. ഇപ്പം ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നേരത്തെ തന്നെ അധികം കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഇല്ലാത്തൊരു വ്യക്തിയാണ്, അവർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യും. പക്ഷെ അതേ സമയത്ത് അവർ ആ സഫറിങ്ങിനെ ഒക്കെ എൻ്റെ കുറ്റമാണ്, എൻ്റെ പ്രശ്നമാണ്, എനിക്കിതൊക്കെ വിധിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഡിസേർവ് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് അവർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹോപ്പ് ഓൺ ദ പാർട്ട്ണർ, അതായത് പാർട്ട്ണറിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ എന്നാലും ഏതെങ്കിലും ഒരു ദിവസം ചേഞ്ച് ആകുമായിരിക്കും, അതല്ലെങ്കിൽ ഇന്ന ഏരിയാസിലൊക്കെ നല്ല രീതിയിലാണല്ലോ, അപ്പം എന്നോടുള്ള പെരുമാറ്റത്തിന് എപ്പോഴെങ്കിലും ഒരു മാറ്റം വരുമായിരിക്കും. എന്തായാലും ഹ്യൂമൻ ബീയിങ് അല്ലേ, അവർക്കൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ എപ്പോഴാണെങ്കിലും വരുമല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. അങ്ങനെയുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ അവർ പോവുക എന്നുള്ളതും ഒരു വിക്ടിമിനെ ആ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂസ്ലി പോകാനായിട്ട് ഫോഴ്സ് ചെയ്യും. അതുപോലെ തന്നെ അവരൊരു സെൽഫ് ബ്ലെയിമിങ്ങിലേക്ക്, അല്ലെങ്കിൽ സെൽഫ് പിറ്റി, അതായത് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നവരാണ്, കണ്ടിന്യൂസ്ലി ചെയ്യും. അതായത് ചിലപ്പോൾ അവരുടെ കയ്യിലുള്ളൊരു ഇഷ്യൂ ആയിരിക്കും, നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അത് തിരിഞ്ഞു മറിഞ്ഞ് അതെടുത്തിട്ട് നിൻ്റെ പ്രോബ്ലം എന്നുള്ള രീതിയിലേക്ക് നമ്മളിലേക്കാക്കും. ഇപ്പം നമ്മളൊരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു നാർസിസിസ്റ്റിക്ക് വീട്ടിൽ നിന്ന് വഴക്കിട്ടിട്ട് പുറത്തിറങ്ങിപ്പോയി എന്ന് വെച്ചാൽ, പുറത്തിറങ്ങിപ്പോയിട്ട് ഐ കാൻ ലിവ് വിത്ത് ഹർ, ഐ നീഡ് ടു ഹാവ് എ പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പോയിട്ട് വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേനും, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ ചോദിക്കണം, നീ എന്തിനാ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്നു, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ തമ്മിൽ വഴക്കായി ഇതായി അത് ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ നിങ്ങൾക്കറിയാൻ മേലാഞ്ഞിട്ടാ എങ്ങനെയാണ് ഞാൻ ഇവിടെ കൂടെ നിൽക്കുക, ഇവള് കാരണമാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിക്ക് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാതെ വരുമ്പോഴാണ് അവർ ആ രീതിയിലുള്ള ബിഹേവിയർ എടുക്കുന്നത്. ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ആ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യും. അതുപോലെ തന്നെ അവർ ആ ബ്ലെയിം എടുത്ത് അവരുടെ മുകളിലേക്ക് ഇടത്തില്ല. അവർ പറയും, സീലുക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പോവുക എന്ന് പറഞ്ഞു പോകും. അങ്ങനെയല്ല പറയും, ഇവള് കാരണമാണ് ഞാൻ പോകുന്നത്, ഇവള് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി അതുപോലെ ഇവരേതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബിസിനസ്സിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി, അല്ലെങ്കിൽ ഓഫീസിൽ ഇപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പം അത് എപ്പോഴെങ്കിലും അങ്ങനെ വന്നല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് ഭാര്യ വന്നിട്ട് പറയൂ, അത് അങ്ങനെ ചെയ്താൽ പോരായിരുന്നു, അത് ഇങ്ങനെ വേണ്ടാറ്, അയ്യോ അത് നമുക്ക് ഇങ്ങനെ വന്നല്ലോ, ഉടനെ അതെല്ലാം കൂടെ എടുത്തിട്ട് ചിലപ്പോൾ ഭാര്യയിലേക്ക് ഇടും. ഇനിയിപ്പം ശരിക്കും ജെനുവിനായിട്ട് അവരൊരു തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, മേ ബി ഐ വുഡ് സേ ഇങ്ങനെയുള്ള റാൻഡമായിട്ടുള്ള ഇഷ്യൂസ് വരാതെ നമ്മളിപ്പം പറയുകയാണ്, ഒരു പരസ്ത്രീ ബന്ധത്തിലേക്ക് അവർ പോയി എന്ന് വെക്കുക. പരസ്ത്രീ ബന്ധത്തിലേക്ക് പോയിട്ട് അപ്പം ഭാര്യ വന്നവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരൊരിക്കലും സമ്മതിച്ചു തരത്തില്ല, അത് വേറെ കാര്യം. ഇനി അഥവാ സമ്മതിച്ചാൽ തന്നെ അവർ അതിനെ എടുത്തിട്ട് നമ്മളുടെ മുകളിലേക്കിടും. എന്നിട്ട് നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, നീ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനായി, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനായി, നീ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിരുന്നേനെ, അങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മളിൽ തന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാക്കി നമ്മൾ തന്നെ ഒരു സെൽഫ് ബ്ലെയിമിങ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. നോ, ഐ തിങ്ക് ഐ ആം അറ്റ് ഫോൾട്ട് ആൻഡ് മേ ബി ഞാൻ ഇങ്ങനെ പെരുമാറിയായിരുന്നെങ്കിൽ അവിടെ അത് എനിക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. അങ്ങനെ ഇവരെല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മളിലേക്കൊരു ആ സെൽഫ് ബ്ലെയിമിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്കിതിന്ന് പുറത്ത് വരാൻ പറ്റില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഈ റിലേഷൻഷിപ്പിലുണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ മൂലമാണ് ഉണ്ടായതെന്നാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് മെൻ്റൽ ടഫ്നെസ്, അതായത് നമുക്കൊക്കെ ഉണ്ടല്ലോ മനോബലം, മനക്കട്ടി, മനഃശക്തി എന്നൊക്കെ പറയുന്ന സംഗതികൾ വേണം. അപ്പം അതെന്ന് പറയുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനും മുമ്പോട്ട് പോകാനും വേണ്ടിയിട്ടാണ്. അപ്പം ഇത് പലർക്കും കാണില്ല. ഇവർ വളരെ വോളറ്റൈൽ, വളരെ സോഫ്റ്റായിട്ടുള്ള ഹാർട്ടുമൊക്കെ ആയിട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ആ മൈൻഡ് സെറ്റിലിരിക്കുന്നവർക്കൊന്നും നമുക്ക് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള കാര്യത്തിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മാനിപ്പുലേറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേനും ആ ഒരു വ്യക്തിയുടെ കീഴിലായി പോവുക എന്നുള്ളത് ഈസി ആയിട്ട് വരും. അവർക്ക് അവരെ രക്ഷപ്പെടുത്താനോ അവർക്ക് സ്ട്രോങ് ആയിട്ട് ചിന്തിക്കാനോ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്കോ പ്രോബ്ലം സോൾവിലേക്കോ ഒന്നും പോകാൻ പറ്റത്തില്ല. അടുത്തതൊരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്, അതായത് എനിക്കിവിടെ പ്രശ്നമുണ്ട്, ഐ ആം ഫേസിങ് എ പ്രോബ്ലം ഹിയർ, പക്ഷെ എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല? നോ, എനിക്കിനി ഇതില്ലാതെ പറ്റത്തില്ല, ജീവിതം ഇങ്ങനെയായി, ഇതാണ് എൻ്റെ റുട്ടീൻ, ഇങ്ങനെ തന്നെയാണ് ഇത് പോകുന്നത്, ഞാൻ ഇവിടെ തന്നെ ഇനി എൻ്റെ ജീവിതാവസാനം വരെ ഞാനിത് ഇങ്ങനെ പോവും, എനിക്കിതാണ് വിധിച്ചേക്കുന്നത്, ഇതല്ലാതെ എനിക്ക് വേറൊരു ജീവിതം ഇല്ല എന്നുള്ള രീതിയിൽ
നമ്മൾ മുമ്പോട്ട് പോകുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. അതൊക്കെ ഒരു ഡിപ്രഷനേക്ക് വീടുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയൊക്കെയാണ്. അപ്പം ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് ചെറുതായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു ഫിഷ് വിൽക്കുന്ന ഒരാളെന്ന് വെച്ചു, ഫിഷിൻ്റെ കൂടെ മാത്രം ജീവിക്കുന്ന ഒരാൾക്ക് നമുക്ക് തോന്നും, അയ്യോ എന്തൊരു സ്മെല്ലാണ് ഇത്, ഈ സ്മെല്ല് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഈ സ്മെല്ല് സഹിച്ചുകൊണ്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഉറങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് ചോദിച്ചാൽ ആ മനുഷ്യൻ പറയും, ഈ സ്മെല്ലില്ല എനിക്ക് ഉറക്കം വരത്തില്ല, ഈ സ്മെല്ലില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയും. അയാൾക്ക് വേണമെങ്കിൽ നമ്മൾ നല്ല ഫ്രാഗ്രൻസ് ഉള്ള നമ്മൾ ജാസ്മിനൊക്കെ കൊണ്ടു കൊടുത്ത ആൾ പറയും, നോ ഐ എം നോട്ട് ബോതേർഡ്, ഐ ലവ് ടു ഹാവ് ദിസ് എന്നുള്ള രീതിയിൽ. അതിനെയാണ് നമ്മൾ സാധാരണ പറയുന്ന ലേൺഡ് ഹെൽപ്ലെസ്നെസ്. എൻ്റെ ഹെൽപ്ലെസ്നെസ് ഞാൻ ലേൺ ചെയ്ത് കഴിഞ്ഞു, അതിനകത്ത് ഞാൻ അങ്ങനെ പോകാൻ തയ്യാറാണ്. അതാണ് ചിലർ പറയുന്നത്, ഓ ജീവിതമൊക്കെ ഇങ്ങനെ അങ്ങ് പോകും, അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല, ഐ എം ജസ്റ്റ് മൂവിങ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്, ഇവരെങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ അവർ തന്നെ അതിനെ ആ രീതിയിലാക്കിയിട്ടുള്ളൊരവസ്ഥയിൽ ഈ വിക്ടിം കണ്ടിന്യൂസ്ലി ബിക്കം എ വിക്ടിം ഓഫ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ. അതുപോലെ തന്നെ ബീയിങ് എ വീക്കർ ജെൻഡർ, നമ്മുടെ സൊസൈറ്റിയും കൾച്ചറും ഒക്കെ സ്ത്രീകളെ ഒരു വീക്കർ ജെൻഡറായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിക്ക് ഒരു ആയുധമാണ്. ഓക്കെ, യു ആർ ബിലോ മീ, യു ആർ നോട്ട് സപ്പോസ് ടു ബി കമ്മിങ് ആസ് സ്ട്രോങ്ങർ എന്നുള്ള രീതിയിൽ. ഒരിടത്തും സ്ത്രീകൾ മുമ്പോട്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടില്ല, സോ യു ആർ നോട്ട് സപ്പോസ് ടു ബി കമ്മിങ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയും ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല റീസൺസാണ് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി വിക്റ്റിമായിട്ട് അവിടെ കഴിയുന്നതെന്നുള്ളത്. അപ്പം പലരും ചിന്തിക്കും, അങ്ങനെ ഭയങ്കര പ്രശ്നമാണെങ്കിൽ നീ എന്തിനാ ഇത്രയേറെ കഷ്ടപ്പെടാൻ പോകുന്നു, ഇത്രയേറെ ബുദ്ധിമുട്ടാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കും. പക്ഷേ അവിടെയാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെ പല റീസൺസ് ഉണ്ട് ഒരു വ്യക്തിക്ക് അതിനകത്ത് വിക്റ്റിമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിൻ്റെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, പലപ്പോഴും നിങ്ങളുടെ പെൺകുട്ടികൾ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പല കാര്യങ്ങൾ പറയുമ്പോൾ പെരിഫറൽ ആയിട്ടുള്ള ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പെരുമാറ്റം നോക്കാതെ, നിങ്ങളുടെ പല വീട്ടുകാരോടും പല ആൾക്കാരോടും ഉള്ള പെരുമാറ്റം നോക്കാതെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ മകളോടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക ഓരോ പേരൻസിൻ്റെയും കടമയാണ്. കാരണം ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയും പുറത്തുള്ളവരോട് ഒരു ചീത്ത ബിഹേവിയറും കാണിക്കില്ല, അവർ കാണിക്കുന്ന അവരോട് ക്ലോസ് ആയിട്ടുള്ളവരോട് മാത്രമായിരിക്കും. അപ്പം വൈഫ് എന്ന ആളോടായിരിക്കും ഹസ്ബൻഡ്സ് അങ്ങനത്തെ ഒരു ബിഹേവിയർ കാണിക്കുക, പുറത്തുള്ളവരോട് അവർ വളരെ മാന്യമായിട്ടും നീറ്റായിട്ടും പെരുമാറും. എന്നിട്ട് അവിടെയുള്ളത് പോലും വന്നിട്ട് ഭാര്യയുടെ മുകളിൽ തീർക്കുന്നവരായിരിക്കും ഇവർ. അതായത് നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ, അങ്ങാടി തോറ്റതിന് അമ്മയോടെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു നേച്ചർ ഉള്ളവരായിരിക്കും. അവിടുന്ന് കിട്ടുന്നതൊക്കെ അവരിവിടെ കൊണ്ടുവന്നിട്ട് ഇവരുടെ മുകളിലായിരിക്കും അവരുടെ ആ ഫ്രസ്ട്രേഷൻസ് ഒക്കെ അവർ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പേരൻസ് അവരെ കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. അവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ കൂടെ ഒരു എമ്പതി ഉണ്ടായിരിക്കുക, സമയത്ത് ഇൻ്റർവെൻഷൻ ഉണ്ടായിരിക്കുക ഒക്കെ വേണ്ട ഒരു ആവശ്യം തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടെ സപ്പോർട്ടായിട്ട് നമ്മുടെ പേരൻസും അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകും. പക്ഷേ പല സിസ്റ്റത്തിലും കൾച്ചറിലും മാരേജ് എന്ന് പറയുന്ന അവർ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന പല സിസ്റ്റത്തിലുമൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടാണ് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാൻ. അതുപോലെ തന്നെ ഇതിൽ നിന്നും പുറത്ത് കിടക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിക്റ്റിം കുറേ നാൾ ആയിട്ട് ഈ വിക്ടിമൈസേഷൻ നടക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഈ വിക്റ്റിം അതിനകത്തൂടെ അണ്ടർഗോ ചെയ്തിട്ട് ആ ഒരു വിക്റ്റിം ബിഹേവിയർ അവരുടെ ജീവിതത്തിൻ്റെ പാർട്ടായിട്ടുണ്ടെങ്കിൽ അവർക്കതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ നല്ല തെറാപ്യൂട്ടിക് ഹെൽപ്പ് ആവശ്യമാണ്. അതിനായിട്ട് മെയിനായിട്ട് വരേണ്ട തെറാപ്പിയാണ് സൈക്കോതെറാപ്പി. സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് പേഴ്സൺ സെൻറ്റേർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ സെൽഫ് എസ്റ്റീം, അതുപോലെ സെൽഫ് കോൺഫിഡൻസ്, അവരുടെ മോട്ടിവേഷൻ ആൻഡ് സെൽഫ് റിയലൈസേഷൻ, ബീയിങ് ഹൂ യു ആർ, വാട്ട് യു ആർ, യുവർ സെൽഫ് വർത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ നിങ്ങളുടെ ഇമോഷണൽ റെസീലിയൻസിനെയൊക്കെ ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ സെൽഫ് ഇമ്പോർട്ടൻസിനെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഇൻ ദ റൈറ്റ് വേ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് റോളാണ്, നിങ്ങളുടെ റോൾ ക്ലാരിറ്റി നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ടാകുക. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക, സെൽഫ് മെൻ്റൽ ടഫ്നെസ് ഉണ്ടാകുക. അങ്ങനെ കുറേ കാര്യങ്ങളാണ് സൈക്കോതെറാപ്പിയിലൂടെ നമ്മൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഹേർട്ട് റിമൂവൽ തെറാപ്പി, അതായത് ഇതുവരെ നിങ്ങൾക്കുണ്ടായ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഹേർട്ടുകളും അതുപോലെ തന്നെയുള്ള വിഷമങ്ങളും എല്ലാം റിമൂവ് ചെയ്ത് അവിടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻ്റ്, ഒരു എനർജറ്റിക് ആയിട്ടുള്ള സെൽഫിനെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള തെറാപ്പീസിലൂടെ നമ്മൾ ചെയ്യുന്നത്. വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള, അതായത് കണ്ടിന്യൂസ് അല്ല ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അബ്യൂസിലൂടെ പോയവരാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ ഏരിയാസിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ നമുക്ക് അത്രയും സിവിയർ അല്ലാത്തടത്തെല്ലാം ഇങ്ങനെയുള്ള തെറാപ്പീസ് യൂസ്ഫുള്ളാണ്. അതുപോലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ വരുന്നത് ഒരു സ്കിൽ ബേസ്ഡ് ഒരു ഏരിയയാണ്. അതായത് നമ്മളുടെ റോങ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തെയൊക്കെ കറക്റ്റ് ആക്കുക,
അതുപോലെ തന്നെ ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിമിങ് നടത്തുക നിങ്ങൾക്ക്. അതുപോലെ നിങ്ങളുടെ തിങ്കിങ്, ബിലീവ്സ്, നിങ്ങളുടെ ആക്ഷൻസിനെ എല്ലാം കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിങ്ങും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഫ്രെയിം വർക്കിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ പ്രോബ്ലം സോൾവ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനകത്തുള്ളൊരു മെയിൻ പാർട്ടാണ് ഡീലിംഗ് വിത്ത് ഗ്യാസ് ലൈറ്റിങ്. അവർ നമ്മളുടെ മുകളിലേക്ക് റോങ് അക്യൂസേഷൻ എടുത്ത് നമ്മളെ വിക്ടിമൈസ് ചെയ്യുന്നിടത്തൊക്കെ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഏറ്റവും നന്നായിട്ടുള്ളതും നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ, അതായത് ഓൾറെഡി ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 3-4 കാര്യങ്ങളുണ്ട്. അതിലൊരു 5 കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവർ പുഷ് ചെയ്യുന്ന ബട്ടൺ, ആ ബട്ടൺ ഓൺ ആക്കാതിരിക്കുക. അതായത് ഞാൻ പറയാം, അവർക്കറിയാം നമ്മളെ ശരിക്കും പഠിച്ചിട്ടാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അവർക്കറിയാം എവിടത്തെ ബട്ടണിൽ പ്രസ് ചെയ്താൽ നമ്മൾ റിയാക്ട് ചെയ്യും എന്നുള്ളത് അവർക്കറിയാം, നല്ലതുപോലെ അറിയാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർഗ്യുമെൻ്റ് ഒന്നും അല്ല, അവർക്ക് ഈ ആർഗ്യുമെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതങ്ങനെ വിൻ ചെയ്യാനോ ഒന്നും ഉള്ള കപ്പാസിറ്റി ഒന്നും അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആർഗ്യുമെൻറ്റിലേക്ക് കയറ്റിയിട്ട് നമ്മളെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് പോയിൻറ്റ്സിൽ കൊണ്ടുവന്നിട്ടിട്ട് നമ്മളെ റേസ് ചെയ്യിപ്പിക്കും. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, വെർബലിയും ഒക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ വി ട്രൈ ടു പ്രൂവ് അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, നിങ്ങളങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ വന്നതാണ്, അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവസാനം ഇത് അവർ അധികം അങ്ങോട്ട് റേസ് ആകത്തില്ലെങ്കിലും അവരിങ്ങനെ നിന്നുകൊണ്ട് നമുക്കിട്ടിങ്ങനെ ആ ഓരോ ബട്ടനും അവരിങ്ങനെ അമർത്തിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലോഡ് ആവും, നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവർ അക്യൂസ് ചെയ്യും. കണ്ടോ നിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, ഇതാണ് നിൻ്റെ പ്രശ്നം, ഇങ്ങനെ സ്വഭാവം വെച്ചുകൊണ്ടിരിക്കുന്ന ഇനി ആരാണ് അക്സെപ്റ്റ്. അപ്പോൾ എൻ്റെ ബ്ലെയിം ദേ വാണ്ട് ടു പുട്ട് ഓൺ അവർ സെൽവ്സ് ആൻഡ് ദേ വാണ്ട് ടു ബി the nice person. Okay, I'm not that like that and you are the one creating most of the time the problem എന്നും പറഞ്ഞ് നമ്മളിലേക്ക് ബ്ലെയിം എല്ലാം ഇടും. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവർ ഫീഡ് ദെയർ ഈഗോ. അവരുടെ ഈഗോയെ ഒരു കാരണവശാലും ഫീഡ് ചെയ്തരുത്. കാരണം അവർക്ക് ഈഗോയെ ഫീഡ് ചെയ്യുന്നതാണ് വേണ്ടത്. അപ്പം അവർക്കെപ്പോഴും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, എന്നെ എന്ത് പറയുക, എന്നെ ഏത് സമയത്തും എന്നെ പ്രൈസ് ചെയ്യുക, എൻ്റെ ഈഗോ, ഞാനാണ് വലിയവൻ, ഞാനാണ് ബെറ്റർ എല്ലാ കാര്യത്തിൽ നിന്നുള്ള രീതിയിലാണ് അവർക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്യുകയാണ്, നമ്മൾ പറയത്തില്ലേ അവരുടെ ആ ഒരു ആനിമലിസ്റ്റിക് ബിഹേവിയർ, അതായത് ആ ക്രൂവൽറ്റി എന്ന് പറയുന്നത് അകത്തുണ്ട്. അതൊരിക്കലും പുറത്തേക്ക് അവരിങ്ങനെ പുറമേ കാണിക്കുന്ന ഒരു ബിഹേവിയർ അല്ല, അതെപ്പോഴും ഒരു ചങ്ങലക്കിട്ട ബിഹേവിയറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കൂടുതൽ ഫീഡ് ചെയ്യും തോറും ഇതിങ്ങനെ കയറി വന്നിട്ട് ഭയങ്കര ശക്തി പ്രാപിക്കും, എന്നിട്ട് ആ ചങ്ങല പൊട്ടിച്ചിട്ട് നമ്മളെ തന്നെ ആക്രമിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അധികമായിട്ട് അവരെ ഈഗോയെ ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പോകണ്ട. അപ്പോൾ നമ്മുടെ എല്ലാം വിചാരം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളവരെ പ്രൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വിചാരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ് ദേ വിൽ ബി ഫീലിംഗ് സോ ഗുഡ് അബൌട്ട് ഇറ്റ് എന്നാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ആ പ്രൈസിനെ അല്ല അവർ നോക്കുന്നത്. അവർ ഓരോ പ്രാവശ്യവും നമ്മളവരെ പ്രൈസ് ചെയ്യുമ്പോൾ, നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മളവരെ അക്സെപ്റ്റ് ചെയ്യും, ഓക്കെ ഹീസ് ഗുഡ്, ഹീസ് നൈസ് എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യവും അവർ ചിന്തിക്കുന്നത് ഹൗ പവർഫുൾ ഐ ആം ഓവർ യു, നിന്നേക്കാളും എത്രയോ മുകളിലാണ് ഞാൻ, നിന്നേക്കാളും എത്രയോ പവർഫുള്ളാണ് ഞാൻ, എത്രയോ നല്ല ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്, നീ താഴെ. ഓരോ പ്രാവശ്യം അവരെ പ്രൈസ് ചെയ്യുമ്പോഴും അവർ ഇങ്ങനെ നമ്മളെക്കാൾ ഒരു പടി മുകളിൽ കയറി അവരങ്ങനെ ഇരിക്കുകയാണ്. ഇതിനകത്ത് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത് നമ്മളിങ്ങനെ ഈഗോയെ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൃഗശാലയിലൊക്കെ മൃഗങ്ങളെ ഇട്ടിട്ട് അവർക്ക് ഫീഡ് ചെയ്യരുത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളവരെ ഫീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഫെൻസ് തകർത്ത് ഇങ്ങോട്ട് വരും അവർ. അപ്പം ആ ഫെൻസ് ഉള്ളതാണ് ആകെയുള്ളൊരു പ്രൊട്ടക്ഷൻ. അപ്പം നമ്മളുടെയും ഫീലിംഗ് അതാണ്, നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾ ആ ഫെൻസാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. ആ ഫെൻസ് തകർത്ത് കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് എടുത്ത് ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്ര ഫെൻസ് തകർക്കുന്ന രീതിയിൽ അവരുടെ ഈഗോയെ ഫീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ആ ആർട്ടിക്കിൾ വായിച്ചത്. അതുപോലെ അടുത്തതാണ് ഡോണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ഹിസ് ഇമോഷൻ. അതായത് നമ്മൾ പാർട്ട്ണർ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള
ഏരിയാസ് എല്ലാം നമുക്കൊരു ഫീലിംഗ് തോന്നും. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഈ വിക്റ്റിം ആകുന്ന ആൾ ഓവർ എമ്പതി ഉള്ളവരായിരിക്കും. നോർമൽ എമ്പതി പോലും അല്ല, ഓവറായിട്ട് എമ്പതി, അതായത് അയ്യോ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നും പറഞ്ഞ് അങ്ങ് ഫീൽ ചെയ്യുന്ന എമ്പതി ഉള്ളവരായിരിക്കും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പം അവർക്കൊരു ഇഷ്യൂ ഉണ്ടായി അവർ വന്നിട്ട് അവർ ഇമോഷണൽ ഇതായിട്ടുള്ളത് പറയുമ്പോൾ ദർ ഇസ് എ ചാൻസ് ദാറ്റ് യു ഓൺ ഇറ്റ്. നമ്മൾ പോയിട്ട് ആ ഇമോഷൻ്റെ റെസ്പോൺസിബിലിറ്റി, എന്നാലും അവരങ്ങനെ ചെയ്തല്ലോ, എന്നാലും ഇതിങ്ങനെ ചെയ്തല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു, എന്നാലും അത് കഷ്ടമായിപ്പോട്ടല്ലോ, ഐ നോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, കൂളായിട്ട് ഈ ഇമോഷൻ്റെ ഫീലിംഗ് എല്ലാം നമ്മുടെ മുകളിലേക്ക് ഇടും. പിന്നെ നമ്മളിരുന്നുകൊണ്ട് എന്നാലും എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ വന്നല്ലോ, എന്നാലും അന്നേരം ഇങ്ങനെ വന്നല്ലോ, നമ്മളായിരിക്കും കൂടുതൽ ഇമോഷണലി അതിനെപ്പറ്റി അഫക്റ്റ് ചെയ്യുന്നത്. ദേ ബിക്കം ഓക്കെ, ദേ വിൽ ഗോ. എന്നിട്ട് നമ്മളിപ്പോൾ പറയും എന്നിട്ട് എന്തായെന്ന് ചോദിച്ചാൽ നീ ഇതുവരെ അത് വിട്ടില്ല, നിനക്ക് എന്തിൻ്റെ സ്വയം പിരിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളോർക്കും ഇതെന്തൊരു കളിയായിപ്പോൾ, ഇത് ഇയാൾക്കല്ലായിരുന്നു ഇത്രയും നേരം പ്രശ്നം ഉണ്ടായിരുന്നേ, എന്നിട്ടിപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എന്താ ഇങ്ങനെ വരുന്നത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു നാർസിസിസ്റ്റ് ഇമോഷണൽ കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ കൂടുതൽ അങ്ങോട്ട് പോകണ്ട, എന്താ ലെറ്റ് ദം ഡീൽ വിത്ത് ദെയർ ഇഷ്യൂസ്. അപ്പം ആ കേട്ടു, മനസ്സിലാക്കി, അക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ ഐ തിങ്ക് അത് ഡീൽ ചെയ്യാനുള്ളതേ ഉള്ളൂ, യു ക്യാൻ ഡെഫിനറ്റ്ലി ഡീൽ വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറുക അല്ലാതെ ആ ഇമോഷണൽ ഏരിയക്കകത്ത് കയറി നമ്മൾ ചെന്ന് കളിക്കാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും ആ ഇമോഷൻ്റെ എഫക്റ്റും അതിൻ്റെ കൂടുതലായിട്ടുള്ളതും നമ്മളായിരിക്കും സഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് പോകാതിരിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ യു ഡോണ്ട് യൂസ് അൾട്ടിമേറ്റം. നമ്മുടെ എല്ലാം പ്രശ്നമാണ്, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ പ്രശ്നമാണ്. നമ്മൾ അൾട്ടിമേറ്റം കൊടുക്കും, നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, അതല്ലെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് പിരിയാം, ഇനി ഇങ്ങോട്ട് ഇതിന് മുമ്പായിട്ട് വേറൊന്നുമില്ല, ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അൾട്ടിമേറ്റംസ് കൊടുക്കും. ഈ അൾട്ടിമേറ്റംസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ചുമ്മാ പറയുന്നതായിരിക്കാം, പക്ഷെ അവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് എടുത്ത് നമ്മളോട് പ്രയോഗിച്ചുകൊണ്ടിരിക്കും. നിനക്കല്ലേലും അങ്ങനല്ല, നീയല്ലേ ഇത് പറഞ്ഞത്, നീയല്ലേ അങ്ങനെ പറഞ്ഞത്, നീയല്ലേ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയും, നമ്മളെ കൂടുതൽ ടോർച്ചറിലേക്ക് കൊണ്ടുപോകും. അപ്പം നാർസിസിസ്റ്റിക്കുമായിട്ട് അൾട്ടിമേറ്റംസ് നമ്മൾ ഒരിക്കലും കൊടുക്കരുത്, അത് അവരെ ഒരിക്കലും ബാധിക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണ് ഐ എം ഗോയിങ് ടു എൻഡ് മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ പോലും നാർസിസിസ്റ്റിന് അത് ബാധിക്കില്ല എന്നുള്ളത് വളരെ വാസ്തവമായതുകൊണ്ട് തന്നെ അങ്ങനെ അൾട്ടിമേറ്റംസ് ഒന്നും കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അടുത്തത് ഡോണ്ട് ഗിവ് ഹിം എനി കൈൻഡ് ഓഫ് അറ്റൻഷൻ. പോസിറ്റീവ് അറ്റൻഷനും കൊടുക്കാൻ പറ്റത്തില്ല, നെഗറ്റീവ് അറ്റൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് നാർസിസിസ്റ്റ് ഈസ് ആൻ അറ്റൻഷൻ സീക്കർ. അപ്പം അറ്റൻഷൻ സീക്കർ ആകുന്നത് കൊണ്ട് തന്നെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. നമ്മളിപ്പം അവരെ ഭയങ്കര ഇതായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരിങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ചില ഭാര്യമാരുണ്ട് അങ്ങനെ ഭർത്താക്കന്മാർ സഫർ ചെയ്യുന്നത്, അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കയറി അങ്ങ് മുകളിൽ കയറിയിരിക്കും, പിന്നെ നമുക്ക് ഒരു രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഭർത്താക്കന്മാരും അതുപോലെ തന്നെ, ഭർത്താക്കന്മാരാണ് കൂടുതൽ, ഭാര്യമാരല്ല, എന്നാലും ചില 1-2 ഭാര്യമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പം അവർക്ക് നെഗറ്റീവ് അറ്റൻഷനും കൊടുക്കാൻ പറ്റില്ല. നെഗറ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത് അവർ എന്തെങ്കിലും നെഗറ്റീവ് രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പോലും നമുക്ക് അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അറ്റൻഷൻ സീക്കർ ആയതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്നതും അവർക്ക് നമ്മളെങ്ങനെയും അതിനകത്ത് നമ്മളെ ഫീൽ ചെയ്യിച്ചാൽ മതി, നമ്മളെ കണക്ട് ചെയ്യിപ്പിച്ചാൽ മതി, ഒരു ആർഗ്യുമെൻറ്റോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവർക്ക് വിൻ ചെയ്താൽ മതി. അവർ റോങ് ആയിട്ടുള്ളത് ചെയ്യും, എന്നിട്ട് നമ്മൾ അവിടെ കിടന്ന് ബഹളം വെച്ച് നമ്മുടെ ഇത് കാണിക്കുന്നത്. നമ്മൾ കുട്ടികളെ കണ്ടിട്ടില്ലേ, നമ്മൾ പറഞ്ഞില്ലേ ഇഫ് യു കാൻ ഗീവ് മീ കിസ് യു കിക്ക് മീ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പം നമ്മൾ പറയുകയാണ്, നമ്മൾ ഫുഡ് എടുത്ത് വെച്ചു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഐറ്റംസ് ഒക്കെ ടേബിളിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴത്തേനും നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കുന്നു. അപ്പോഴത്തേനും ഉടനെ ഒരു കംപ്ലൈൻറ്റ്, ഇതെന്താ ഇത് ഇത്രയേ ഉള്ളൂ, ഇതെന്താ ഇത് കുറച്ചുകൂടെ വേണ്ടതല്ലായിരുന്നു, ഇത് എനിക്ക് കഴിക്കാൻ മാത്രമല്ലേ ഉള്ളൂ, എന്നെ വേറെ ആർക്കും ഇത് തികയത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ ഉടനെ ചാടി പിടിക്കും. നമ്മൾ പറയും അയ്യോ അത് അത്രയേ ഉള്ളൂ, എല്ലാവർക്കും കൂടെ വേണ്ടേ, കുറേശ്ശെ എടുക്കുക. അവിടെ നമ്മുടെ അറ്റൻഷൻ കയറി, നമ്മൾ പിന്നെ അതൊരു ആർഗ്യുമെൻ്റായി, പിന്നെ അതൊരു പ്രശ്നമായി. അങ്ങനെ ഈവൻ ഒരു നെഗറ്റീവ് ടച്ച് പോയി, ഇതൊരു ചെറിയ നെഗറ്റീവ് ടച്ചാണ്, ഇതൊന്നും അല്ല, നല്ല രീതിയിലുള്ള നെഗറ്റീവ് ടച്ചിലുള്ള കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമ്മളെ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ ഫീൽ ചെയ്യിക്കുക. അപ്പോഴത്തേനും നമ്മൾ ചിലപ്പോൾ പറയാം എന്നാൽ നിങ്ങളെല്ലാം കൂടെ അങ്ങ് കഴിച്ചു എന്ന് പറയും. അപ്പോൾ തന്നെ അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് അകത്ത് കിട്ടുന്നത്, കണ്ടോ അവൾക്കത് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ അവളെ ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇങ്ങനെയുള്ള രീതിയിലൊരു ഹാപ്പിനെസ്, ആ രീതിയിൽ പോലും എൻ്റെ ഒരു പ്രിഡോമിനൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഹൈ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ്, അതായത് അവരുടെ ഇൻഫ്ലേറ്റഡ് ഈഗോ അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി. അതുകൊണ്ട് അവർക്ക് പോസിറ്റീവായിട്ടുള്ള അറ്റൻഷനും നിങ്ങൾ കൊടുക്കാൻ പാടില്ല, നെഗറ്റീവായിട്ടുള്ള അറ്റൻഷനും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നത്തിലേക്ക് പോരും. ഇപ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് അറ്റൻഷൻ കൊടുക്കുന്ന നിങ്ങളുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലും അങ്ങനെ ചെയ്തത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ അവിടെ വന്നപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്തത് ശരിയായില്ല, നിങ്ങൾ കൂടുതൽ അങ്ങോട്ട് കണക്ട് ചെയ്യാനേ പോകണ്ട. അത് അധികം സംസാരത്തിലേക്ക് പോകാതെ അത് വല്ല അബദ്ധം പറ്റിയതായിരിക്കും, അല്ല ഇതായിരിക്കും, ഞാൻ ചോദിക്കാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയേക്കുക, അല്ലാതെ അതിനകത്തേക്ക് കൊളുത്താൻ പോയാൽ
അവസാനം നമ്മൾ തന്നെയായിരിക്കും ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഇവരുടെ കൂടെ ജീവിക്കുകയാണ്, ഇവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യണം. അതായത് അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻ, അണ്ടർസ്റ്റാൻഡ് ഹിസ് ഇമോഷൻ and your partner's emotion, and manage it both in the right way to feel good about in that relationship. അതായത് അതിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട്, ആ റിലേഷൻഷിപ്പിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട്, അതിന് റൈസ് ചെയ്യുന്ന ഇമോഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ പറ്റണം. ഇമോഷൻ ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു നാർസിസിസ്റ്റിക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സ്റ്റെപ്സുകൾ നിങ്ങളെ സഹായിക്കും. ഈവൻ നിങ്ങളൊരു വിക്ടിം ആണെങ്കിൽ തന്നെ മേക്ക് ഷുവർ ദാറ്റ് യു അപ്രോച്ച് തെറാപ്പിസ്റ്റ്. ചുമ്മാ നോർമലായിട്ടുള്ള ഈ ലേമാൻ കൗൺസിലേഴ്സ് ഒന്നുമല്ല, ശരിക്കുമുള്ള ഒരു തെറാപ്യൂട്ടിക് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്ത് പോയി നിങ്ങൾ കാര്യങ്ങളെ കറക്റ്റാക്കണം. അവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാകത്തുള്ളൂ, നിങ്ങൾക്ക് ഹെൽപ്പ് തരാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ റെസീലിയൻസ് പവർ നിങ്ങൾ കൂട്ടുക, ഇമോഷണൽ ഇൻ്റലിജൻസ് ബിൽഡ് ചെയ്തെടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ചെറിയ ചെറിയ നാർസിസം ഒക്കെ ആണെങ്കിൽ നമുക്ക് നാർസിസിക് ട്രേറ്റ്സ് ഉണ്ട്, നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ട്രേറ്റ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്, ഡിസോർഡറിലേക്ക് പോകുമ്പോഴാണ് അത് ഇഷ്യൂസ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെ തന്നെ മാനേജ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്കൊരു ഈ ഏരിയയിൽ ഒരുവിധം നന്നായിട്ട് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറാപ്പിസ്റ്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ വേണം. ബിക്കോസ് വി ഓൾ ഹാവ് ഓൺലി വൺ ലൈഫ് ആൻഡ് യു ഹാവ് ഓൾ ദ റൈറ്റ് ടു ലിവ് ദ way you like it, and in a happy mood or in a peaceful and happy way. You have all the right to live your life, and make sure that you are taking care of yourself, and take care. May God bless us all.